Okay. So today pharmacognosy portions ആണ് നമ്മൾ നോക്കുന്നത്. Pharmacognosy നമ്മൾ ഓൾറെഡി സിലബസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് രണ്ട് നോട്ട് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ രണ്ട് നോട്ട്സും വെച്ചിട്ടാണ് ഈ ഒരു റിവിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എൻ്റെ ഒപ്പം തന്നെ ആ ഒരു നോട്ട് റിവൈസ് ചെയ്ത് പോവുക. ഞാൻ ഒന്ന് ഫസ്റ്റ് മുതൽ റിവൈസ് ചെയ്ത് തരാം. ഏറ്റവും ആദ്യം നമ്മൾ ലാക്സേറ്റീവ്സ് ആണ് നോക്കുന്നത്. നമ്മുടെ സിലബസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും ഫസ്റ്റ് ലാക്സേറ്റീവ് ആണ് പറയുന്നത്. സോ ലാക്സേറ്റീവിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്, ലാക്സേറ്റീവിനകത്ത് വരുന്ന ക്ലാസ് ഏതൊക്കെയാണ് എന്ന് ആദ്യം ആലോചിച്ചാൽ തന്നെ കിട്ടും. ലാക്സേറ്റീവ് കാറ്റഗറിയിൽ വരുന്നതാണ് അലോ, അല്ലെങ്കിൽ കുമാരി, അല്ലെങ്കിൽ മുസാബർ, അല്ലെ? ഈ മൂന്ന് പേരിലാണ് പൊതുവെ അലോ അറിയപ്പെടുന്നത്. സോ അലോ കണ്ടെയ്ൻസ്, അലോ അല്ലെങ്കിൽ കുമാരി എന്നറിയപ്പെടും. ദെൻ കസ്കാര അല്ലെങ്കിൽ സേക്രഡ് ബാർക്ക് എന്നറിയപ്പെടും. ദെൻ സെന്ന, ദെൻ റുബാർബ്, ഇസബ്ഗോള്, കാസ്റ്റർ ഓയിൽ. ഇത്രയുമാണ് ലാക്സേറ്റീവ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, സോ ലാക്സേറ്റീവ്സ് ആണ് ഞാൻ പറയുന്നത്. ലാക്സേറ്റീവ്സ് കണ്ടെയ്ൻസ് അലോ, കസ്കാര, റുബാർബ്, സെന്ന, ഇസബ്ഗുള്ള ആൻഡ് കാസ്റ്റർ ഓയിൽ. അലോ അല്ലെങ്കിൽ അലോയുടെ മറ്റൊരു പേരെന്താണ്? അലോ അല്ലെങ്കിൽ കുമാരി അല്ലെങ്കിൽ മുസാബർ എന്നൊക്കെ അറിയപ്പെടുന്നത് അലോ തന്നെയാണ്. സോ അലോ, കുമാരി, മുസാബർ ഒക്കെ നമ്മുടെ അലോവേറയുടെ തന്നെ അല്ലെങ്കിൽ അലോയുടെ തന്നെ വേറൊരു പേരുകളാണ്. ഓക്കെ, സോ അലോ ഇസ് ദ ഫസ്റ്റ് ഡ്രഗ് ഇൻ ദ ലാക്സേറ്റീവ് കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ഡ്രഗ് ആണ് അലോ. ഓക്കെ, സോ അലോന്റെ ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജ്യൂസ് ഓഫ് ലീവ്സ്. ഓക്കെ, ലീഫിന്റെ ജ്യൂസുകളാണ് നമ്മൾ പ്രധാനമായിട്ടും അലോയുടെ കേസിൽ യൂസ് ചെയ്യുന്നത്. ജ്യൂസ് ഓഫ് ലീവ്സ് ആൻഡ് ബയോളജിക്കൽ സോഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് കണ്ടെയ്ൻ അലോ ബാബാഡെൻസിസ്, അലോവേറ, അലോ ഫുറോക്സ് ഒക്കെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ബയോളജിക്കൽ സോഴ്സസ്. ഏതൊക്കെയാണ്? ക്യുറേക്കാവോ, അലോ, അലോ ബാബാഡെൻസിസ് അല്ലെങ്കിൽ ക്യുറേക്കാവോ, അലോ രണ്ടും ഒന്ന് തന്നെയാണ്. അലോ പെരായി അല്ലെങ്കിൽ സോക്കോട്രൈ അലോ എന്ന് പറയും. ദെൻ അലോ സ്പിക്കാറ്റ അല്ലെങ്കിൽ അലോ ഫിറോക്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാപ്പെ അലോ എന്ന് വിളിക്കുന്നത്. ദെൻ അലോ ആഫ്രിക്കാന, അതിനെയാണ് സൻസിബാർ എന്ന് അറിയപ്പെടുന്നത്. ഓൾ ദീസ് ബിലോങ്സ് ടു ദ ഫാമിലി ലില്ലിയേസിയേ. ആക്റ്റീവ് കോൺസ്റ്റുവൻസ് ഏതൊക്കെയാണ്? അലോയിൻ, ബാർബാലോയിൻ ആൻഡ് അലോ ഇമോഡിൻ. എന്തൊക്കെയാണത്? അലോയിൻ, അലോ ഇമോഡിൻ ആൻഡ് ബാർബാലോയിൻ. പർഗേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ടിങ്ചർ ഓഫ് ബെൻസോയിനിലും യൂസ് ചെയ്യാം. നേറ്റിലോ, മൊച്ചയിലോ, ബ്ലാക്ക് ടേറ്റു, പീസസ് ഓഫ് അയൺ ആൻഡ് സ്റ്റോൺസ് കൊണ്ട് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കൊന്ന് വൈഡൻഡ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യം നമ്മൾ റിവൈസ് ചെയ്യാം. അലോസ് എന്ന് പറയുന്ന സിനോണിമസ് അലോ. ബയോളജിക്കൽ സോഴ്സ് എന്താണ്? അലോ ഈസ് ദ ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദ ലീഫ് ഓഫ് അലോ ബാബാഡെൻസിസ് മില്ലർ അല്ലെങ്കിൽ കുറേക്കാവോ. അലോ ബാബാഡെൻസിസ് അല്ലെങ്കിൽ ക്യുറേക്കാവോ, അലോ പെരായി ബേക്കർ അല്ലെങ്കിൽ സോക്കോട്രൈൻ അലോ, ഹൈബ്രിഡ് ഓഫ് അലോ ഫുറോക്സ് മില്ലർ അല്ലെങ്കിൽ അലോ ആഫ്രിക്കാന മില്ലർ, അലോ അലോ സ്പിക്കാറ്റ ബേക്കർ ആണ് കാപ്പെ അലോ, ബിലോങ്സ് ടു ദ ഫാമിലി ലില്ലിയേസിയേ. ഇന്ത്യൻ അലോ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? അലോവേറയിൽ നിന്നാണ് ഇന്ത്യൻ അലോസ്. സോ ഇന്ത്യൻ അലോ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, ഇറ്റ് ഈസ് അലോവേറ. Okay, next is geographical distribution. Most of the species of aloe are indigenous to Africa. ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, യൂറോപ്പ് ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ അലോയുടെ സോഴ്സ് എന്ന് പറയുന്നത്. ആഫ്രിക്കയിൽ കപ്പെ കോളനി എന്ന് പറഞ്ഞിട്ട് തന്നെയുണ്ട്. ബ്രിട്ടീഷ് പ്രസിഡന്റ് സൗത്ത് ആഫ്രിക്ക ഓൺ ദ ഐലൻഡ് ഓഫ് സോക്കോട്ര അല്ലെങ്കിൽ സാൻസിബാർ എന്നൊക്കെ പറയുന്നത് കാപ്പെ കോളനി, സൊക്കാട്ര, സാൻസിബാർ, ഇതെല്ലാം നമുക്ക് എവിടുന്ന് കിട്ടും? ഐലൻഡ്സ് ഓഫ് സൊക്കോട്ര, സാൻസിബാർ എന്നൊക്കെ ആയിരിക്കും അവൈലബിൾ ആവുന്നത്. ഇറ്റ് ഈസ് കൾട്ടിവേറ്റഡ് ത്രൂ ഔട്ട് ഇന്ത്യ, എസ്പെഷ്യലി ഇൻ നോർത്ത് വെസ്റ്റ് ഹിമാലയ. നോർത്ത് വെസ്റ്റ് ഹിമാലയയിലാണ് നമുക്ക് ഇന്ത്യയിൽ ഇതിനെ കിട്ടുന്നത്. മെയിൻ പ്രധാനമായിട്ടും അലോ ഉണ്ടാകുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ സാധിക്കും? അലോ ഈസ് മെയിൻലി കൾട്ടിവേറ്റഡ് ഇൻ ആഫ്രിക്ക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് അലോ. അലോ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, so various methods are used to prepare aloe commercially in Africa as well as in West Indies. General method എന്താന്ന് ചോദിച്ചാൽ ഫ്രഷ് ലീവ്സ് അല്ലെങ്കിൽ സെസൈൽ ആയിട്ടുള്ള ലീവ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം? അവരുടെ
നമ്മൾ സാധാ അലോവേറ എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ പർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് അതിന്റെ ബേസിൽ നിന്ന് കട്ട് ചെയ്യും. ഫ്ലഷി അല്ലെങ്കിൽ സെസൈൽ ലീവ്സ് ഓഫ് അലോ ആർ കട്ട് നിയർ ദ ബേസസ്. വുഡൻ ട്രഫ് അല്ലെങ്കിൽ കെറോസിൻ ടിന്നിലോ ഗോഡ് സ്കിൻ ആടിന്റെ തോലുള്ള വെസലിലോ വി ഷേപ്ഡ് ക്യാവിറ്റിയിൽ നമ്മൾ ഇതിനെ താഴേക്ക് ആ കട്ട് ചെയ്ത ബേസ് താഴെ വരുന്ന രീതിയിൽ വെക്കുന്നു. എന്നിട്ട് അതിന്റെ അകത്തുള്ള ഡ്രെയിൻ എല്ലാം ഫുള്ളി ഡ്രെയിൻ ചെയ്ത് പോകുന്നത് വരെ വെക്കുന്നു. ജ്യൂസ് ഈസ് ടേക്കൺ ടു ഇവോപ്പറേറ്റ് പ്ലാന്റ്സ് ആൻഡ് കോൺസെൻട്രേറ്റഡ്. മെത്തേഡ് ഓഫ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ആൻഡ് കൂളിംഗ് റിസൾട്ടിങ് വേരിയസ് in physical variation in aloe. Vigorous concentration followed by quick cooling result in transparent and brittle product known as vitreous അല്ലെങ്കിൽ ലൂസിഡ് അലോ. രണ്ട് തരത്തിലുള്ള അലോ ആണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഒന്ന് നല്ലതുപോലെ വിഗറസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് പെട്ടെന്ന് കൂൾ ചെയ്തെടുക്കുക. അത് വിഗറസ് ആയിട്ട് എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതേപോലെ ക്വിക്കായിട്ട് കൂൾ ചെയ്യുന്നതാണ് വിട്രിയസ് അല്ലെങ്കിൽ ലൂസിഡ് അലോ. സ്ലോ കോൺസെൻട്രേഷൻ ഗ്രാജുവൽ കൂളിംഗ് ആണ് ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവറി അലോ എന്ന് പറയും. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ഓഫ് അലോയിന് പറഞ്ഞു. വിട്രിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പെട്ടെന്നുണ്ടാകാവുന്നതാണ് വിട്രിയസ് അലോ. നെക്സ്റ്റ് വൺ ഈസ് ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവറി അലോ എന്ന് പറയുന്നത് എന്താണ്, സ്ലോ കോൺസെൻട്രേഷനിലൂടെ ഗ്രാജുവൽ കൂളിംഗ് പ്രോസസ്സിലൂടെ സംഭവിക്കുന്നതാണ് ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവറി അലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബയോളജിക്കൽ സോഴ്സും ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനും പ്രിപ്പറേഷനും മനസ്സിലാക്കി. വിട്രിയസ് ആൻഡ് ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവറി അലോ. ഇനി കളർ എന്താണ്, ബ്രൗണിഷ് ബ്ലാക്ക് മുതൽ ഒരു ബ്ലാക്ക് ഇൻ കളർ എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ആഫ്രിക്കൻ അലോവേറയുടെ കേസാണ് പറയുന്നത്. നമ്മുടെ അലോ കുറച്ചുകൂടെ ട്രാൻസ്പാരന്റ് നേച്ചർ ആണ് അല്ലെ. സോ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ഇന്റൻസ്ലി ബിറ്റർ, നോസിയേറ്റിംഗ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് മാസസ്. പല സൈസിൽ അവൈലബിൾ ആയിരിക്കും. മാസ് ആയിട്ടാണ് അല്ലെ നമുക്ക് അതിനെ അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രാ ഫീച്ചേഴ്സ്. ഓക്കെ, എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കാലോ. The varieties of aloes can be distinguished from each other by their morphological characters. Okay, so morphological character അനുസരിച്ച് നമുക്ക് അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫോർ മോർഫോളജിക്കൽ ക്യാരക്ടർ അനുസരിച്ച് കാപ്പെ ആലോ, യുറേക്കാവോ ആലോ, സോക്കോട്രെയിൻ ആൻഡ് സാൻസിബാർ ഇത്രയാണല്ലോ ഉള്ളത്. ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രീനിഷ് ബ്രൗൺ, ഗ്ലോസി മാസ് ആയിട്ടുള്ളത്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത്, ഗ്ലിസറിനിൽ മൗണ്ട് ചെയ്യുന്നത്, ഒരു ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് ഉള്ളത്, ഫ്രാക്ചർ മുറിക്കുന്നത് ഗ്ലോസി ആയിട്ടുള്ളതിലേക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു, കാപ്പെ ആലോസ് എന്നാണ് എന്നെ വിളിക്കുക. ഓക്കെ, കാപ്പെ ആലോസ്. നെക്സ്റ്റ് വൺ ഇസ് ക്യൂറേക്കാവോ ആലോ. നിങ്ങൾ ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഓരോന്നിന്റെയും പിക്ചേഴ്സ് കിട്ടും. നെക്സ്റ്റ് ഇസ് ക്യൂറേക്കാവോ ആലോ. ക്യൂറേക്കാവോ ആലോ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളറാണ്, ഒപ്പേക്ക് ആണ്, ഫ്രാക്ചറസ്, then waxy. നെക്സ്റ്റ് വൺ ഇസ് സോക്കോട്രെയിൻ അലോ. സോക്കോട്രെയിൻ അലോ എന്താ, റെഡിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗണിഷ് ബ്ലാക്ക് ആണ്, ഒപ്പേക്ക് ആണ്, സ്മൂത്ത് ആണ്, കോൺകോയിഡൽ ആണ്. ലിവർ ബ്രൗൺ കളർ വിത്ത് ഡൾ വാക്സി സ്മൂത്ത് ആൻഡ് ഈവൻ ഫ്രാക്ചേഴ്സ് വരെ ഉണ്ട്. ഓക്കെ, ഓക്കെ, സോ ഓരോ ടൈപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്യൂറേക്കാവോ അലോ, ക്യൂറേക്കാവോ അലോ, സാൻസിബാർ അലോ, ദെൻ സോക്കോട്രെയിൻ അലോ ആൻഡ് കാപ്പെ അലോ. ഇത്രയുള്ളത്. കാപ്പെ അലോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കാപ്പെ അലോനെയാണ് ബാബാഡെൻസിസ്, ക്യൂറേക്കാവോ അലോ ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒപ്പേക്ക് അല്ലെങ്കിൽ ഫ്രാക്ചർ വാക്സി ആയിട്ടുള്ളതാണ് ബാബാഡെൻസിസ് അല്ലെങ്കിൽ ക്യൂറേക്കാവോ. അലോ ഫിറോക്സ്, അലോ ആഫ്രിക്കന, അലോ സ്പിക്കേറ്റ എന്നൊക്കെ പറയുന്നത് ഒരേ പേരുകൾ തന്നെയാണ്. അതാണ് കാപ്പെ അലോ. സോക്കോട്രൈനസ് അലോ പെറായി, ദെൻ സാൻസിബാർ അലോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാൻസിബാർ അലോ ഈസ് ഓൾസോ ദർ. സാൻസിബാർ അലോയിൽ നിന്നും നമുക്ക് അലോസിന് അവൈലബിൾ ആകാറുണ്ട്. ബിലോങ്സ് ടു ദ ഫാമിലി ലില്ലിയേസിയേ. സോളിബിലിറ്റി നോക്കാം. ഇറ്റ് ഈസ് എൻറ്റയർലി സോളിബിൾ, 60% ആൽക്കഹോളും അതേപോലെ വാട്ടറിൽ പാർഷ്യലി സോളിബിൾ ആണ്. 60% ആൽക്കഹോൾ എടുത്താൽ ഫുള്ളി സോളിബിൾ ആണ്. കെമിക്കൽ കോൺസ്റ്റുവന്റ് എന്താണ്,
ആലോ കണ്ടെയ്ൻ യെല്ലോ കളേർഡ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ബാർബാലോയിൻ എന്ന് പറയുന്നത്. അതൊരു സി ഗ്ലൈക്കോസൈഡ് ആണ്. പിന്നീടുള്ളത് റെസിൻ ആൻഡ് ആലോ ഇമോഡിൻ. മനസ്സിലായോ? യെല്ലോ കളേർഡ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഈസ് ബാർബാലോയിൻ, റെസിൻ ആൻഡ് ആലോ ഇമോഡിൻ. Then isobarbaroin. Isobarbaroin എന്താണ്? It is present in Curacao, Cape Alo. Isobarbaroin ആണ് Curacao അല്ലെങ്കിൽ കാപ്പെ അലോസ് എന്ന് വിളിക്കുന്നത്. കാപ്പെ അലോസ് എന്താണ്? It is characterized by the presence of an amorphous compound, beta barbaloin, aloinicide A and B, and capelloresinotanol with p-coumarinic acid. Okay, the resin of Curacao varieties contains barbalo-resinotanol with racemic acid. Okay, so chemical constituents ആണ് അലോയിന്റെ അകത്ത് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ബാർബാലോയിൻ, റെസിൻ, അലോ ഇമോഡിൻ ഉണ്ട്. ഐസോ ബാർബാലോയിൻ ഏതിലൊക്കെ ഉള്ളക്കും? സി വെച്ച് തുടങ്ങുന്ന ആൾക്കാര്, കപ്പെ അലോ, കുറേക്കാവോ അലോ, അതിനകത്താണ് ഐസോ ബാർബാലോയിൻ ഉള്ളത്. ദെൻ കപ്പെ അലോയിൽ ഒരു അമോർഫസ് കോമ്പൗണ്ട് ഉണ്ട്, ബീറ്റ ബാർബാലോയിൻ, അലൈനോസൈഡ് എ ആൻഡ് ബി, capelloresinotanol and p-coumarinic acid. Okay, next is identification. 1% solution of alone water boil ചെയ്യാം. Okay, 1% solution of alo ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1% solution of alo എടുക്കുക. അതിനെ ബോയിലിംഗ് വാട്ടറിൽ ബോയിൽ ചെയ്തിട്ട് വേണം എടുക്കാൻ, ബൈ ബോയിലിംഗ് വിത്ത് വാട്ടർ. Okay, 1% solution ഉണ്ടാക്കാനായിട്ട് അതിനെ we have to boil it with water. Okay, aloe has to be boiled with water. അതിനുശേഷം അതിനകത്തേക്ക് 0.5% കേസൽക്കർ ആഡ് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. സോ അലോയുടെ ഐഡന്റിഫിക്കേഷൻ ആണ് പറയുന്നത്. 1% അലോ സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ വാട്ടറിൽ ബോയിൽ ചെയ്യാം. 1% സൊല്യൂഷൻ ഓഫ് അലോ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ 0.5% കേസൽക്കറും കൂടെ ആഡ് ചെയ്യണം. ഈ ഫിൽട്രേറ്റിനെ എടുത്തിട്ടാണ് താഴെ പറയുന്ന ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഷോർട്ട് ടെൻഡൻസ് റിയാക്ഷൻ. ഷോർട്ട് ടെൻഡൻസ് റിയാക്ഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷനിലേക്ക് 0.2 gram ഓഫ് ബോറാക്സ് ആഡ് ചെയ്യാം. ഓക്കെ, 5 ml സൊല്യൂഷനിലേക്ക് 0.2 gram ബോറാക്സ് ആഡ് ചെയ്യാം. ഈ ബോറാക്സ് സൊല്യൂഷൻ ഇത് ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് വാട്ടർ, ഇതിനകത്തേക്ക് വാട്ടർ ഉള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യാം. നമ്മുടെ വാട്ടറും ബോറാക്സും ഒരു ഗ്രീൻ ഫ്ലൂറസൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് അലോ ഇമോഡിൻ. സോ ഈ ഒരു ഗ്രീൻ ഫ്ലൂറസൻസ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് അലോ ഇമോഡിന്റെ പ്രസൻസ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, then to 2 ml of another test solution, equal quantity of bromine water add ചെയ്യുക. ടെട്രാ ബ്രോമോ അലോയിൻ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അതിനെ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് പ്രധാനമായിട്ട് ഞാൻ പറയുന്ന രണ്ട് ടെസ്റ്റുകൾ. ഏറ്റവും ആയിട്ട് ഷോർട്ട് ടെൻഡൻസ് റിയാക്ഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ഒരു 1 ml സാമ്പിൾ ഉണ്ടല്ലോ, ആ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാമ്പിളിലേക്ക് നമ്മൾ ഓൾറെഡി കേസൽക്കറും 0.5% ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 0.2 gram ബോറാക്സ് ആഡ് ചെയ്യുക. ഗ്രീൻ ഫ്ലൂറസൻസ് ഉണ്ടാവുകയാണെങ്കിൽ, ഗ്രീൻ ഫ്ലൂറസൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷോസ് അലോ ഇമോഡിൻ. ദെൻ 5 ml ഓഫ് അനദർ ടെസ്റ്റ് സൊല്യൂഷനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുക. എ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടെട്രാ ബ്രോമോ അലോയിൻ. ഓക്കെ, സോ ടെട്രാ ബ്രോമോ അലോയിൻ ഉണ്ടാകുന്നെങ്കിൽ അതൊരു പ്രസൻസ് ആണ് അല്ലെ. ടെട്രാ ബ്രോമോ അലോയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 5 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷനിലേക്ക് 2 ml ഓഫ് നൈട്രിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുവാണ്. എന്തൊക്കെയാണ്? 5 ml നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനിലേക്ക് നമ്മുടെ 2 ml നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? കാപ്പെ അലോ, ക്യുറേക്കാവോ അലോ, സോക്കോട്ടൈൻ, സാൻസിബാർ. ഇത് എല്ലാം പല നിറങ്ങളായിരിക്കും തരുന്നത്. അപ്പൊ അതനുസരിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സാമ്പിളിലേക്ക് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു. കാപ്പെ അലോ ആണെങ്കിൽ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളർ ടു ഗ്രീൻ കളർ കിട്ടും. ആ ഒരു ഓർഡർ പഠിച്ചു വെക്കാം. കാപ്പെ, ക്യുറേക്കാവോ,
then Socotrine and Cinnabar last. Cape aloe ആണെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കിട്ടും. കാപ്പെ ക്യൂറേക്കാവോ അലോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നിറം എന്തായിരിക്കും? ഒരു റെഡ് കളർ. ഓക്കെ, ക്യൂറേക്കാവോ അലോ ആണെങ്കിൽ ഒരു റെഡ് കളർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ക്യൂറേക്കാവോ അലോ, ദെൻ റെഡിഷ് ബ്രൗൺ കളർ ആയിരിക്കും ക്യൂറേക്കാവോ അലോ. പിന്നീട് കളർ കുറഞ്ഞു വരുന്നു. പെയിൽ യെല്ലോയിഷ് അല്ലെങ്കിൽ പെയിൽ ബ്രൗണിഷ് യെല്ലോ ആണ് സോക്കോട്രൈൻ അലോ. സാൻസിബാർ അലോ ആകുമ്പോൾ യെല്ലോയിഷ് ബ്രൗൺ കളർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? 5 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷനിലേക്ക് 2 ml ഓഫ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. കാപ്പെ അലോ, ക്യൂറേക്കാവോ അലോ, സോക്കോട്രൈൻ അലോ ആൻഡ് സാൻസിബാർ അലോ. കാപ്പെ അലോ ആണെങ്കിൽ നമ്മളൊരു യെല്ലോയിഷ് ബ്രൗൺ ടു ഒരു ഗ്രീൻ കളർ ആയിരിക്കും. ക്യൂറേക്കാവോ ആണെങ്കിൽ റെഡിഷ് ഓറഞ്ച് ആയിരിക്കും. സോക്കോട്രൈൻ ആണെങ്കിൽ പെയിൽ ബ്രൗണിഷ് യെല്ലോ ആയിരിക്കും. സാൻസിബാർ ആയിരിക്കും എങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ കളർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് കാപ്പെ, ക്യൂറേക്കാവോ, സോക്കോട്രൈൻ ആൻഡ് സാൻസിബാർ. നെക്സ്റ്റ് വൺ ഈസ് ക്ലങ്ക് ടെസ്റ്റ്. ക്ലങ്ക് ടെസ്റ്റിന്റെ കളർ എന്ന് പറയുന്നത് തന്നെ ഒരു പർപ്പിൾ കളറായിട്ട് ആലോചിച്ചാൽ മതി. ആൻഡ് ക്ലങ്ക് ടെസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. മറ്റേടത്ത് നൈട്രിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ കോപ്പർ സൾഫേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ 2 ml സൊല്യൂഷനിലേക്ക് ഒരു ഡ്രോപ്പ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡും ആൽക്കഹോളും ആഡ് ചെയ്യാം. ക്യൂറേക്കാവോ അലോ ആണെങ്കിൽ വൈൻ റെഡ് കളർ കിട്ടും. കാപ്പെ അലോ ആണെങ്കിൽ ഒരു ഫെയിന്റ് കളറേഷൻ കിട്ടും. സാൻസിബാറും സോക്കോട്രൈനും ഈ ടെസ്റ്റിനോട്, ക്ലൂങ്കെ ടെസ്റ്റിനോട്, കോപ്പർ സൾഫേറ്റ് യൂസ് ടെസ്റ്റിനോട് പ്രതികരിക്കുന്നതായിട്ട് പോലും കാണുന്നില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ക്ലൂങ്കെ ടെസ്റ്റ്. നെക്സ്റ്റ് മോഡിഫൈഡ് ബോൺഡ്രാഗേഴ്സ്. മോഡിഫൈഡ് ബോൺഡ്രാഗേഴ്സ് ഇത് പോസിറ്റീവ് ആയിട്ട് കാണിക്കും. കാരണം ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് മോഡിഫൈഡ് ബോൺഡ്രാഗർ പോസിറ്റീവ് ആയിരിക്കും. 0.1 gram ഓഫ് ദ ഡ്രഗിന്റെ അകത്തേക്ക് 5% ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുക. പിന്നീട് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുക. ഇതിനൊരു വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യുക. ചൂടായ ഈ മിശ്രിതം നമ്മൾ തണുപ്പിക്കുക. തണുപ്പിച്ചതിലേക്ക് ജെന്റിലി വളരെ പതിയെ ബെൻസീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ബെൻസീൻ സെപ്പറേറ്റ് ആയിട്ട് ലെയർ ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് സെപ്പറേറ്റ് ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന അതിലേക്ക് ഈക്വൽ വോളിയം ഓഫ് ഡൈല്യൂട്ട് അമോണിയ ആഡ് ചെയ്യുക. ഒരു പിങ്കിഷ് റെഡ് കളർ ഉണ്ടാകുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇറ്റ് കണ്ടെയ്ൻസ് അലോ അല്ലെങ്കിൽ അമിനോ ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡുകൾ ഉണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ്. കണ്ടെയ്ൻ അലോഡ് വെറൈറ്റി ആണെന്ന് അറിയുന്നത് മോഡിഫൈഡ് ബോൺഡ്രാഗർ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. സോ മോഡിഫൈഡ് ബോൺഡ്രാഗറിനകത്ത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് മറക്കല്ലേ. ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നുണ്ട്, HCl ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ HCl ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്ത് അതിനകത്തേക്ക് നമ്മൾ ബെൻസീൻ ആഡ് ചെയ്യുന്നുണ്ട്. ബെൻസീൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ഡൈല്യൂട്ട് അമോണിയ ആഡ് ചെയ്യുന്നുണ്ട്. NH3 ഡൈല്യൂട്ട് അമോണിയ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിങ്കിഷ് റെഡ് കളർ കിട്ടും. അതിനെയാണ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് അലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂസ് നോക്കാം. ഡ്യൂ ടു അലോയിൻ അല്ലെങ്കിൽ ആന്ത്രാക്വിനോളിൻ ഡെറിവേറ്റീവ്. ഓക്കെ, ഡ്യൂ ടു അലോയിൻ അല്ലെങ്കിൽ ആന്ത്രാക്വിനോളിൻ ഡെറിവേറ്റീവ് it is used as an irritant purgative. Okay, due to aloin അല്ലെങ്കിൽ ആന്ത്രാക്വിനോളിൻ ഡെറിവേറ്റീവ് it is used as an irritant purgative. അപ്പോൾ ഈ അലോയിൻ ഉള്ളത് കൊണ്ടാണ് അതിന്റെ അകത്ത് പർഗേറ്റീവ് ആക്ഷൻ കിട്ടുന്നത്. ഡ്യൂ ടു അലോയിൻ it is used as an irritant purgative. Slow ആണ്, it is uncertain in action. Nowadays അലോയിൻ ഈസ് പ്രിഫേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്രൂഡ് ഡ്രഗ്. ഒരു ക്രൂഡ് ഡ്രഗിന് പകരം നമ്മൾ അലോയിൻ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇറ്റ് ആക്ട് ആസ് കോളൻ ടു കൗണ്ടർ ആക്ട് അല്ലെങ്കിൽ കൗണ്ടർ ഇഫക്ട് ദി ഗ്രിപ്പിംഗ് ആക്ഷൻ ഓഫ് അലോ. ഇറ്റ് ഈസ് ഗിവൺ വിത്ത് കാർബണേറ്റീവ്. അതേപോലെ തന്നെ കോളനിൽ ഒരു ഗ്രിപ്പിംഗ് ആക്ഷൻ ഉണ്ടാക്കാനായിട്ട് കാർബണേറ്റീവിലും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇറ്റ് ഈസ് എൻ ഇറിറ്റന്റ് പർഗേറ്റീവ്. സോ ഡ്യൂ ടു അലോയിൻ അതൊരു ആന്ത്രാക്വിനോളിൻ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ it is used as an irritant purgative. It is slow and uncertain in action. Nowadays aloin is preferred instead of crude drug. അത് കോളനിൽ ആക്ട് ചെയ്യുന്നു, ഒരു ഗ്രിപ്പിംഗ് ഇഫക്ട് അലോയ്ക്ക് ഉണ്ടാക്കുന്നു, കാർബണേറ്റീവ് ആക്ഷൻ നമുക്ക് തരുന്നു. അലോ ജെൽ എന്ന് പറയുന്നത് എന്താണ്?
ഒരു മ്യൂസിലേജീനിയസ് ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള വിസ്കസ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ് ഇപ്പൊ കോസ്മെറ്റിക് പ്രൊട്ടക്റ്റീവും റിങ്കിൾസ് പ്രിവെന്റ് ചെയ്യാനും ഏജിങ് തടയാനും ഒക്കെ നമ്മൾ അവരെ ഉപയോഗിക്കാറുണ്ട്. ദെൻ റേഡിയേഷൻ ബേൺസിൽ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ക്ലിയർ സ്കിൻ ബ്ലമിസസ് ആൻഡ് ഗ്രോസ് ന്യൂ ആൻഡ് ഹെൽത്തി ടിഷ്യൂസ്. It stimulates the growth of hairs. Externally, it is applied for painful inflammations. Okay, so പുതിയ ഹെയറിന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതേപോലെ പെയിൻഫുൾ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആലോ യൂസ് ചെയ്യാം. അപ്പം ആലോ ഇപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ടെസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? സ്ക്രോട്ടൻഡൻസ് റിയാക്ഷൻ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബൊറാക്സ് ആണ്. ദെൻ ബോറിക് ആസിഡ് യൂസ് ടെട്രാ ബ്രോമലോയിൻ ഉണ്ടാക്കുന്നു. നൈട്രിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ ഏറ്റവും കൂടുതൽ തരുന്നത് കാപ്പെ അലോ ആണ്. യെല്ലോയിഷ് ബ്രൗൺ സാൻസിബാർ അലോ. ഫ്ലൂംഗേ ടെസ്റ്റിനകത്ത് കോപ്പർ സൾഫേറ്റ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത് വൈൻ കളർ. ഏറ്റവും ലാസ്റ്റ് വരുന്നത് സാൻസിബാറിനും സോക്കോട്രൈനും കളർലെസ് ആയിരിക്കും. മോഡിഫൈഡ് ബോൺഡ്രാഗർ എന്ന് പറയുമ്പോൾ ആന്ത്രാക്ടോണിൻ ഗ്ലൈക്കോസൈഡ് ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താണ് മോഡിഫൈഡ് ബോൺഡ്രാഗേഴ്സ്, അവർ ചില സമയം അത് നെഗറ്റീവ് മീൻസ് പോസിറ്റീവ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ അലോ. അലോ അല്ലെങ്കിൽ കുമാരി എടുക്കുന്ന പാർട്ട് എന്താണ്? ജ്യൂസ് ഓഫ് ലീവ്സ്, അലോ ബാബാഡെൻസിസ്, അലോവേര, അലോ ഫ്ലോക്സ് ഒക്കെ അല്ലെ. സോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഡ്രഗ് നെയിമസ് അലോ, സിനോണിം എന്താണ്? കുമാരി അല്ലെങ്കിൽ മുസാബാർ. ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദ ലീഫ് ഓഫ് അലോ ബാർബാഡെൻസിസ്, അതിന് തന്നെയാണ് ക്യുറേക്കാവോ അലോ എന്ന് പറയുന്നത്. ദെൻ അലോ പെരോയി, അലോ പെരായിനെയാണ് സോക്കോട്രൈൻ അലോ എന്ന് പറയുന്നത്. അലോ എപ്പിറ്റിക്ക, സ്പൈറ്റിക്ക, അലോ ഫിറോസിനെയൊക്കെയാണ് കാപ്പെ അലോ എന്ന് പറയുന്നത്. ദെൻ അലോ ആഫ്രിക്കാന, അതിനെയാണ് സാൻസിബാർ അലോ എന്ന് പറയുന്നത്. ഇറ്റ് ബിലോങ്സ് ടു ദ ഫാമിലി ലില്ലിയേസിയെ. ഓക്കെ, സോ നമ്മൾ ഫാമിലി വരെ പറഞ്ഞു, ലില്ലിയേസിയെ. ദെൻ നെക്സ്റ്റ് ഈസ് മേജർ സോഴ്സ് ഓഫ് ആന്ത്രാക്വിനോളിൻ ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഞാൻ പറഞ്ഞു അല്ലെ, നമ്മൾ ബോൺഡ്രാഗ് ടെസ്റ്റ് ഒക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ആന്ത്രാക്വിനോളിൻ ഗ്ലൈക്കോസൈഡ് ആണ്. സി ഗ്ലൈക്കോസൈഡ്സും റെസിൻസും ഉണ്ട്. അലോയിൻ മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസൈഡ്സ്. Then among which barbaloin is the chief constituent. Barbaloin ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത്. Then aloe resin for purgative action. Allochtone increases the removal of dead cells from the skin. Allochtone എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യും. Then isobarbaloin അല്ലെങ്കിൽ ബീറ്റ ബാർബാലോയിൻ അല്ലെങ്കിൽ അലോ ഇമോഡിൻ എന്നൊക്കെ പറയുന്ന സാധനം. മേജർ സോഴ്സ് എന്തൊക്കെയാണ്? ആന്ത്രാക്വിനോളിൻ ഗ്ലൈക്കോസൈഡ്, സി ഗ്ലൈക്കോസൈഡ്, റെസിന്, അലോ മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസൈഡ്സ്, among which barbaloin is the chief constituent. Okay. Then alloying mixtures of glucosides, among which barbaloin is the chief constituent. അപ്പം അലോയിൻ ആണ് പ്രധാനമായിട്ടും ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അലോയിൻ ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത് റിട്ടേൺ പർഗേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ തരുന്നത്. ഓക്കെ, സോ അലോയിൻ മിക്സ്ചർ അല്ലെങ്കിൽ ഗ്ലൂക്കോസൈഡ്സ് എന്ന് പറയുന്നത് അലോയിൻ ആണ് മെയിൻ ആയിട്ടുള്ള ചീഫ് കോൺസ്റ്റുവന്റ്. Alloysin is for purgative action. Allochtone increases the removal of dead cells from the skin. Isobarbaloin, beta barbaloin and aloimodin. ഇത്രയും സാധനങ്ങളുണ്ട് aloimodin. Then purgative ആണ്, moisturizer ആണ്, treatment of burns and wounds, cosmetic due to anti-wrinkle property. Then ingredient of Friarus balsam. ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഏറ്റവും ആദ്യം നമ്മൾ സ്ക്രോട്ടൻഡൻസ് റിയാക്ഷൻ ആണ്. അവിടെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന 1 ml സാമ്പിളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? വി ആഡ് ബൊറാക്സ്. ബൊറാക്സ് ആയിട്ട് ഗ്രീൻ ഫ്ലൂറസൻസ് വരികയാണെങ്കിൽ അലോവേരയുടെ പ്രസൻസ് ഉണ്ട്. രണ്ടാമത് നമ്മുടെ ബ്രോമിൻ ടെസ്റ്റ് ആണ്. ടെട്രാ ബ്രോമോ അലോയിൻ ഉണ്ടാകും. പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ അതെന്താണ്? ഇറ്റ് ഷോസ് അലോവേര. ദെൻ നെക്സ്റ്റ് ടെസ്റ്റ് ആണ് അലോവേരയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡിഫൈഡ് ആന്ത്രാക്വിനോളിൻ ടെസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഷോസ് ഒരു
അലോ ഫെറിക്ലോറൈഡ് ഡൈല്യൂട്ട് HCl ആന്ത്രാക്ലോറൈഡ് ഉണ്ടാക്കി നമുക്കത് നന്നായി ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടെ റോസ് പിങ്ക് ടു ചെറി റെഡ് കളർ. നെക്സ്റ്റ് ഈസ് നൈട്രസ് ആസിഡ് ടെസ്റ്റ്. സോഡിയം നൈട്രേറ്റും അസിറ്റിക് ആസിഡും കൂടെ ആഡ് ചെയ്യാം. നൈട്രസ് ആസിഡ് ടെസ്റ്റ് ചെയ്യാം, നൈട്രിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാം. നൈട്രിക് ആസിഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡയറക്ട്ലി നൈട്രിക് ആസിഡ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അവിടെ നമുക്ക് കിട്ടുന്ന കളർ എന്താ, ഒരു ഡീപ്പ് ബ്രൗണിഷ് റെഡ് കളർ കിട്ടുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഡീപ്പ് ബ്രൗണിഷ് റെഡ് ആണെങ്കിൽ ക്യൂറേറ്റ് ആവും. കുറച്ചും കൂടെ കളർ കുറയുകയാണെങ്കിൽ ക്യാപ്പ്, കുറച്ചും കൂടെ കളർ കുറഞ്ഞൊരു പെയിൽ യെല്ലോ കളർ വരികയാണെങ്കിൽ സോക്കോട്രേറ്റ്. ഏറ്റവും പെയിൽ ആയിട്ടുള്ള നിറമാണ് നമുക്ക് ആര് തരുന്നത്, സാൻസിബാർ ആലോ തരുന്നത്. അതേപോലെ അസിറ്റിക് ആസിഡും സോഡിയം നൈട്രേറ്റുമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. അവിടെ ഷാർപ്പ് പിങ്ക്, പെയിന്റ് പിങ്ക്, ലെസ് കളർ ചേഞ്ച്, അങ്ങനെയായിരിക്കും അത് തരുന്നത്. സാൻസിബാർ ആലോയുടെ കളർ ചേഞ്ച് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് കുപ്രാലോയിൻ ടെസ്റ്റ് ഉണ്ട്. അവിടെ കോപ്പർ സൾഫേറ്റ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റിനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുന്നു, സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു, ആൽക്കഹോൾ ആഡ് ചെയ്യുന്നു, ഒരു വൈൻ റെഡ് കളർ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യും, വൈൻ റെഡ് കളർ കിട്ടുകയാണ്, അത് 4 hour പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യൂറേറ്റ് ആവും. പെയിന്റ് കളറേഷൻ റാപ്പിഡ്ലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ക്യാപ്പ്, സോക്കോട്രൈനും സാൻസിബാറും ആണെങ്കിൽ നോ കളർ ചേഞ്ച്. ഓക്കെ, അഡൾട്രൻസ് ആരൊക്കെയാണ്, നേറ്റൽ അലോ, മൊച്ചെ അലോ, ബ്ലാക്ക് അറ്റേച്ചു, പീസസ് ഓഫ് അയൺ ആൻഡ് സ്റ്റോൺ, ഇത്രയുമാണ് പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാസ്റ്റർ ഓയിൽ. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് കാസ്റ്റർ ഓയിൽ ആണ്. കാസ്റ്റർ ഓയിലിന്റെ എവിടുന്നാ കിട്ടുക, ആവണക്കം നമ്മൾ പറയും അല്ലെ. സോ ഇറ്റ് ഈസ് മെയിൻലി പ്രിപ്പയർഡ് ഫ്രം ഓയിൽ ഫ്രം സീഡ്സ്. സീഡ്സ് നിന്ന് കിട്ടുക, ആവണക്കിന്റെ എണ്ണയാണ്. സോ ഓയിൽ ഫ്രം സീഡ്സ്. സോഴ്സ് എന്താണ്, ഒലിയം റിസിനി, സിനോണിമസ് ഒലിയം റിസിനി. ബയോളജിക്കൽ സോഴ്സ് ഒലിയം റിസിനി ആണ് അതിന് സിനോണിം എന്ന് പറഞ്ഞു കേട്ടോ, ഒലിയം റിസിനി. OLEUM, ഒലിയം ആൻഡ് RICINE, ഒലിയം റിസിനി. സോ ഓയിൽ ഫ്രം ദ സീഡ് ആണ്. അപ്പൊ കാസ്റ്റർ ഓയിൽ, ഇറ്റ് ഈസ് ദ ഫിക്സ്ഡ് ഓയിൽ, അത് മറക്കാൻ പാടില്ല. കാസ്റ്റർ ഓയിൽ ഇസ് ദ ഫിക്സ്ഡ് ഓയിൽ obtained by the cold expression of the kernels of seeds of resinous communis. മറക്കാൻ പാടില്ല. ഒലിയം റിസിനി സിനോണിമും എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ സീഡ്സ് ഓഫ് റിസിനസ് കമ്മ്യൂണിസ്. റിസിനസ് കമ്മ്യൂണിസിൽ നിന്ന് കിട്ടുന്ന ഫിക്സ്ഡ് ഓയിൽ ആണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് കോൾഡ് എക്സ്പ്രഷൻ ആണ്. മനസ്സിലായോ? കോൾഡ് കംപ്രഷൻ അല്ലെങ്കിൽ കോൾഡ് എക്സ്പ്രഷൻ ആണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. So castor oil is the fixed oil obtained by the cold expression of the kernels of seeds of resinous communis. Belongs to the family Euphorbiaceae. അറിയാലോ, നമ്മുടെ ആവണക്ക് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അറിയാം, അതിനകത്ത് അതിന് മുകളില് ഒരു തണ്ട് വന്ന് ഒരുപാട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് യൂഫോർബേസിയെ. അതേപോലെ തന്നെ അമ്ല ഉണ്ടാകുന്നതും ഒരു പൂ വിരിഞ്ഞിട്ട് അതിനകത്ത് ഒരുപാട് ഒരു തണ്ടോടുകൂടി കുറെ പൂക്കൾ വിരിഞ്ഞിങ്ങനെ നിൽക്കും. ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് വരുന്നതിനൊക്കെ നമ്മൾ യൂഫോർബേസിയെ ഫാമിലിയാണ് അവരെല്ലാവരും വരിക കേട്ടോ. സോ റിസിനസ് കമ്മ്യൂണിസ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ സീഡിന്റെ കോൾഡ് കംപ്രഷൻ എന്നാണ് ഫിക്സ്ഡ് ആയിട്ടുള്ള കാസ്റ്റർ ഓയിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ കാസ്റ്റർ ഓയിൽ പ്രധാനമായിട്ടും ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ കൺട്രീസിലെല്ലാം കിട്ടാറുണ്ട്. ഈ ഇന്ത്യ കാസ്റ്റർ ഓയിൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ സീഡ് ക്രോപ്പ്. ഇന്ത്യ ആണ് കാസ്റ്റർ ഓയിൽ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ഏറ്റവും മേജർ പ്രൊഡ്യൂസർ. ഇന്ത്യ ഉണ്ടാക്കുന്നത് 2.8 lakh ടൺ പെർ ആനം ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ബ്രസീൽ, USSR, തായ്ലൻഡ്, USA ആൻഡ് റുമാനിയ ആണ് പ്രധാനമായിട്ടും ഇതുണ്ടാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ലാർജ്ലി ഗ്രോൺ ഇൻ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക. ആന്ധ്രാപ്രദേശിന്റെയൊക്കെ മൊത്ത വിളകളിൽ 60% ആരാണ്, 60% നമുക്ക് കിട്ടുന്നത് കാസ്റ്റർ ഓയിൽ നിന്നാണ് അവിടുത്തെ പ്രധാനമായ വിളകൾ കേട്ടോ. സോ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയൻ, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. അവിടെ തന്നെ ആന്ധ്രാപ്രദേശിന്റെയൊക്കെ 60% castor oil ആണ് ചെയ്യുന്നത്. In preparation of castor oil can be prepared by mainly 2 different methods. ഒന്നെന്ന് പറയുന്നത് crushing of whole അല്ലെങ്കിൽ decorticated seeds. ഓക്കെ, സോ castor oils രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡിൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്
മൊത്തമായിട്ട് ആ സീഡിനെ ക്രഷ് ചെയ്യുക. രണ്ട്, ആ സീഡിന്റെ പുറം തോട് അതിന്റെ കോർട്ടിക്ക റിമൂവ് ചെയ്തുകൊണ്ട് ഡീകോർട്ടിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഹൈഡ്രോളിറ്റിക് പ്രസ്സിൽ, അതായത് ഇപ്പം പവർ അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് പവർ ഡ്രിവൺ ആയിട്ട് ഹൈഡ്രോളിറ്റിക് പ്രസ്സിൽ അതിനെ ഇൻവോൾവ് ചെയ്യിക്കുക. സോ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഗ്രാനി, which consists of manually operated screw press driven by bullocks. Okay, നമ്മൾ പണ്ട് ആട്ടത്തില്ലേ, നമ്മുടെ എന്താ പറയാ കൊപ്ര ആട്ടുന്നത് പോലെ തന്നെ അതിന്റെ പുറന്തോട് കളഞ്ഞിട്ട് അകമുള്ള സാധനം ഒരു ഹൈഡ്രോളിക് പ്രസിന്റെ സഹായത്തോടു കൂടി പണ്ടൊക്കെ ബുള്ളക്സിനെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാസ്റ്റർ ഓയിലിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഫോർ കൊമേഴ്സ്യൽ സ്കെയിൽ ഓഫ് എക്സ്ട്രാക്ഷൻ ഫസ്റ്റ് മെത്തേഡ് ഇസ് അഡോപ്റ്റഡ്. എന്ത് മൊത്തം സീറോട് കൂടി ക്രഷ് ചെയ്യുക. The oil thus produced is a non-medicinal castor oil. The മൊത്തം തോടുകോട് കൂടി നമ്മൾ ഉണ്ടാക്കുന്ന കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് this produces a non-medicinal ആയിട്ടുള്ള കാസ്റ്റർ ഓയിൽ ആണ്. Okay, next is first of all the seeds are grabbed and made free of impurities like metallic pieces of iron and sand. Okay, so ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സീഡ്സിനെ ഗ്രേഡ് ചെയ്യുക. ഓക്കെ, നല്ല ക്വാളിറ്റി മെഡിസിനൽ വാല്യൂ ആണ് ഗ്രേഡ് ചെയ്യുക. എന്നിട്ട് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് മെറ്റാലിക് പീസ് ഓഫ് അയൺ ആൻഡ് സാൻഡ് ഒക്കെ റിമൂവ് ചെയ്യുക. സീഡ് എല്ലാം ഡീകോർട്ടിക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ തോടൊക്കെ മാറ്റിയിട്ട് അതിന് നമ്മൾ അതിന്റെ ദ മാനൂറിയൽ വാല്യൂ ഓഫ് ദി കേക്ക് ഇൻക്രീസസ്. അതായത് ഇപ്പം തോടോടുകൂടി നമ്മൾ അതിനെ പ്രസ് ചെയ്തെടുക്കുന്നതും തോടില്ലാതെ പ്രസ് ചെയ്തെടുക്കുന്നതും അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. But for medicinal purpose, they decide that the seed should be decorticated. അത് കളർ ഇംപ്രൂവ് ചെയ്യാനും അതിന്റെ ആസിഡ് വാല്യൂവിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കും. മനസ്സിലായോ? അപ്പൊ കാസ്റ്റർ ഓയിൽ നമ്മൾ മെഡിസിനൽ അല്ലാത്ത പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് തോടോടുകൂടി ക്രഷ് ചെയ്യാം. മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ അതിന്റെ തോട് നിലനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോഴേ നമുക്ക് എന്തൊക്കെ കിട്ടുള്ളൂ, അതിന്റെ കളർ മെയിൻറ്റെയിൻ ചെയ്യാനും അതിന്റെ ആസിഡ് വാല്യൂ കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഡീകോർട്ടിക്കേറ്റഡ് സീഡ് എന്ന് പറയുന്നത് ഹൈഡ്രോളിറ്റിക് പ്രസ്. Decorticated seeds are pressed under the hydraulic press with a pressure of 2 tons per square inch, which helps in extraction out of 30% of the oil present at the seed at room temperature. അതായത് നമ്മൾ ഡീകോർട്ടിക്കേറ്റഡ് സീഡ്സ് ഹൈഡ്രോളിക് പ്രസ്സിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് പെർ സ്ക്വയർ ഇഞ്ച് 2 ടൺ പ്രഷർ എക്സാർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ 30% നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. എന്നാൽ the oil is called drawn oil. Rest of the oil from the seed is removed by further increasing in pressure, sometimes by hot pressing or even by solvent extraction. അപ്പൊ ആദ്യമേ നമുക്ക് പ്രഷർ എക്സാർട്ട് ചെയ്ത് കിട്ടുന്ന പ്രിപ്പറേഷനെയാണ് നമ്മൾ കോൾഡ് ഡ്രോൺ ഓയിൽ എന്ന് പറയുന്നത്. കോൾഡ് ഡ്രോൺ ഓയിൽ എന്ന് പറയുന്നതാണ് സാധാ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വേറെ ചൂട് ഉപയോഗിച്ച് അതിനെ നമ്മൾ കംപ്രസ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഹോട്ട് സോൾവന്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദ കോൾഡ് ഡ്രോൺ ഓയിൽ ഈസ് then steamed at 80 degrees Celsius. അതിന്റെ അകത്തുള്ള ലിപ്പേസിനെയും റെസിനെയും അതായത് ടോക്സിക് പ്രോട്ടീനുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോൾഡ് ഡ്രോൺ ആയിട്ടുള്ള ഓയിലിനെ നമ്മൾ എന്ത് ചെയ്യും, 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് സ്റ്റീം ചെയ്യും, അതിനെ ബ്ലീച്ച് ചെയ്യും, സോഡിയം കാർബണേറ്റ് വെച്ചിട്ട് ഡീ ആസിഡിഫൈ ചെയ്യും, അതിന്റെ അകത്തുള്ള ഫ്രീ ഫാറ്റി ആസിഡിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇഫ് നെസസറി oil is washed with the hot water before steaming to remove mucilaginous water present in oil. Finally, animal alcohol or activated earth ഒക്കെ ഉപയോഗിച്ച് അതിന്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് കണ്ടെയ്നറിലേക്ക് നമുക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടർ. കളർ പെയിൽ യെല്ലോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കളർലെസ് ലിക്വിഡ് ആണ്. ഓർഡർ ഈസ് നോസിയേറ്റിംഗ്. Taste, first it is bland, but afterwards slightly acrid and usually nauseating. It is a viscous and transparent liquid. Viscous and transparent ആയിട്ടുള്ള liquid ആണ്. Viscous, transparent. Solubility നോക്കാം. ആൽക്കഹോളിൽ അത് soluble ആണ്. ഫിക്സ്ഡ് ഓയിൽ ആണ്. ആൽക്കഹോളിൽ soluble ആണ്.
chloroform, solvent ether, glacial acetic acid and petroleum ether. Castor oil എന്ന് പറയുന്നത് എന്താണ്? It chiefly contain triglycerides of resinolic acid. Okay, 80% of resinolic acid ഉള്ളതാണ് castor oil. Other glycerides are also present in the drug, where the fatty acids are present by isoresinolic acid, linoleic acid, stearic and isosteric acid. The viscosity of the castor oil എന്തുകൊണ്ടാണ്? Resinolic acid. So castor oil and പ്രധാനമായിട്ടുള്ളത് resinolic acid ആണ്. ആ resinolic acid ആണ് അതിന്റെ വിസ്കോസിറ്റിക്ക് കാരണമായിട്ടുള്ളത്. Other glycerides are isoresinolic acid, linoleic, stearic and isosteric acid. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാസ്റ്റർ ഓയിലിനെ ലൈറ്റ് പെട്രോളിയം ഈതറുമായിട്ട് മിക്സ് ചെയ്യുക. പാർട്ട്ലി soluble in 2 volume. Add equal volume of alcohol, clear liquid on cooling അല്ലെങ്കിൽ സ്റ്റോറേജ്. 3 മണിക്കൂർ വെക്കുമ്പോഴേക്കും ഈ ലിക്വിഡ് ക്ലിയർ ആയിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. Then standard of quality. അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ഗ്രാമിൽ 1 mg 1 ml നേക്കാൾ 0.945 to 0.965. ആസിഡ് വാല്യൂ നോട്ട് മോർ ദാൻ 2. പ്രധാനമായിട്ട് പഠിക്കണം. ആസിഡ് വാല്യൂ ഈസ് നോട്ട് മോർ ദാൻ 2. acetyl value is not more than 143. iodine value is 82 to 90. saponification value is 177 to 185. optical rotation is not less than plus 3.5 degree. acid value 2 നേക്കാൾ താഴെ. acetyl value 143. so castor oil cathartic ആണ്, lubrication വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. Several other forms of castor oil like dehydrogenated castor oil DCO and hydrogenated castor oil HC, and they are used industrially for several purposes. The fatty acids like resinolic, heptaldehyde and andesenolic acid and other substances commercially prepared out of castor oil. Turkey red oil and soap are other commercial products extensively used in textile industry. The castor oil is prepared in the preparation of paint, enamel, varnishes, grease, polishes, printing, ink, hydraulic and brake speed with a little modification. Cathartic property of castor oil എന്ന് പറയുന്നത് എന്താണ്? It is mainly due to irritant action of resinolic action. ഇത് മറക്കാൻ പാടില്ല. resinolic acid കൊണ്ടാണ് cathartic property ഉള്ളത്. castor oil നമ്മൾ capsule ആയിട്ടും ഓയിൽ ആയിട്ടും ഒക്കെ ബോഡിയിലേക്ക് കൊടുക്കാറുണ്ട്. and it is abortification paste ഉം resinolic acid ഒക്കെ നമ്മൾ എന്തിന് യൂസ് ചെയ്യാറുണ്ട്? resinolic acid നമ്മൾ resinolic acid resinolic acid ഉണ്ട്. resinolic acid കോൺട്രാസെപ്റ്റീവ് ക്രീമിലും ജെല്ലീസിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അട്രോപ്പിൽ അല്ലെങ്കിൽ കൊക്കൈൻ ഒക്കെ ഒഫ്താൽമിക് പർപ്പസ് ഉപയോഗിക്കാറുണ്ട്. എമോളിയന്റ് ഇൻ ലിപ്സ്റ്റിക് ആൻഡ് സൾഫോറെസിനോലേറ്റിന് ടൂത്ത് ഫോർമുലേഷനിലും ഉപയോഗിക്കാറുണ്ട്. അതൊരു സ്ട്രോങ് ബാക്ടീരിയസൈഡ് ആണ്. അതർ കോസ്മെറ്റിക് പർപ്പസ് പെർഫ്യൂംസ് ഇൻ ഹെയർ ഓയിലും അതേപോലെ ഹെയർ ഫിക്സേഴ്സിലും ടൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം, ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യണം. സൺലൈറ്റിൽ നിന്ന് മാറ്റി വേണം നമ്മൾ കാസ്റ്റർ ഓയിൽ വെക്കാനായിട്ട്. സോ ഇറ്റ് ഈസ് obtained from oil from seed. Synonym is Oleum resini. Resinous communis Euphorbiaceae, resinolic acid, isoresinolic acid, resinic acid ഒക്കെ ഉണ്ട്. resinolic acid is mainly responsible for cathartic action, laxative, lubricant and cosmetic. ഇത്രയുമാണ് ആക്ടിവിറ്റി ഉള്ളത്. സോ resinous oil എന്നൊരു പേരുണ്ട്. resinous oil is the major ingredient. Fixed oil obtained by the cold expression of seeds of resinous communis family Euphorbiaceae. Resinolic acid is having the laxative property. Isoresinolic acid, stearic acid, linoleic acid. castor oil നകത്ത് ഉള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എഫ്. വൈറ്റമിൻ എഫ് ആണ് കാസ്റ്റർ ഓയിലിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത്. ഹെപ്പാറ്റാൽഡിഹൈഡ്, ആൽഫ ലിനോളിക് ആസിഡ് ആൻഡ് ലിനോലിനിക് ആസിഡ്. cathartic and abortifacient.
paste, resinolic acid നമുക്ക് എന്തിനു ഉപയോഗിക്കാം? Cathartic. Racinic acid we can use for contraceptive. Then atropine, cocaine, ophthalmic preparation, emollient lipstick preparations are used in hair and hair fixers. Okay, clear ആയല്ലോ? So ഇപ്പൊ നമ്മൾ രണ്ടെണ്ണമാണ് ലാക്സേറ്റീവിനകത്ത് പഠിച്ചത്, അലോ ആൻഡ് കാസ്റ്റർ ഓയിൽ.